Hi all, welcome to the session Introduction to Management System. നമ്മൾ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻട്രൊഡക്ഷൻ വീഡിയോ. നമ്മുടെ ഈ ഒരു പേപ്പറിൽ ഏതൊക്കെ ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഇത് പഠിക്കേണ്ടത്, ഏതൊക്കെ ടൈപ്പാണ് നമുക്ക് മാനേജ്മെന്റ് സിസ്റ്റം പഠിക്കാനുള്ളത് എന്നൊക്കെ. അപ്പൊ ആ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയില് ഒരു മാനേജ്മെന്റ് സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നത്, എങ്ങനെയാണ് ഒരു മാനേജ്മെന്റ് സിസ്റ്റം, എന്തിനു വേണ്ടിയിട്ടാണ് ഒരു മാനേജ്മെന്റ് സിസ്റ്റം ഒരു കമ്പനിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് സിസ്റ്റത്തിൽ കുറച്ച് ടൈപ്പ് ഓഫ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇത് പഠിക്കുന്നതിന് മുൻപ് പറയാനുള്ളത്, ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് കുറേ കോണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. അതായത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു PDF നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, കുറേ കോണ്ടന്റ് അതിലുണ്ടാവും. നമുക്ക് അത് പഠിക്കാൻ എളുപ്പമാണ്. നമ്മൾ ഒന്ന് വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്തതൊക്കെ പഠിക്കാൻ എളുപ്പമാണ്. പിന്നെ കൂടുതൽ ഇത് പഠിക്കുമ്പോൾ എക്സാമ്പിൾസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക. നമ്മൾ ഓരോ മാനേജ്മെന്റ് സിസ്റ്റം പറയുമ്പോഴും ഒരു കമ്പനി ആയിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കിപ്പോൾ കമ്പനി ഇമാജിൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, നമുക്ക് കുറേ കമ്പനീസ് അറിയാം. അപ്പം നമ്മൾക്ക് ഓരോ കമ്പനി ആയിട്ട് കണക്ട് ചെയ്യാം. പിന്നെ ഇത് ഫുഡ് സേഫ്റ്റി ഓറിയന്റഡ് ആയിട്ട് മാത്രം പറയുന്ന മാനേജ്മെന്റ് സിസ്റ്റം അല്ല, ബട്ട് ജനറലി എല്ലാ കമ്പനിക്കും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിനെ കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റീവ്സ്, ഈ ഒരു യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടൈപ്സ് ഓഫ് മാനേജ്മെന്റ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മെയിൻലി 4 ടൈപ്പ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്? ISO 9001:2000 ആണ്. അതെന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ആണ്. എക്സാമ്പിൾ പറയുന്നത് ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനി അവർ കുറെ കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിന് പാർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സർവീസ് കൊടുക്കുന്നുണ്ട്. അപ്പം അവർ എയിം ചെയ്യുന്നത് എന്താണ്? ക്വാളിറ്റി ആണ്, അല്ലെ? ISO 14001:2004 ആണ്. അതായത് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. എക്സാമ്പിൾ പേപ്പർ മാനുഫാക്ചറിങ് കമ്പനി. ആ കമ്പനി കുറെ പേപ്പർ, ഒരു റീസൈക്ലിംഗ്, ഒരു പേപ്പർ പ്രൊഡക്ഷനിലൂടെ കടന്നു പോകുന്നത്, അല്ലെ? അപ്പൊ കുറെ എൻവയോൺമെന്റ് ആസ്പെക്ട് അവിടെ ഉണ്ട്. അതായത് എൻവയോൺമെന്റ് പൊല്യൂട്ടഡ് ആക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ പൊല്യൂട്ടഡ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് മെഷേഴ്സ് കൊണ്ടുവരാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. പിന്നെ ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അതായത് ഒരു വർക്ക് പ്ലേസിൽ ഉണ്ടാകാൻ പറ്റുന്ന ആക്സിഡൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക, പിന്നെ അതിന് വേണ്ട പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കുന്നതിനാണ് മാനേജ്മെന്റ് സിസ്റ്റം, ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ISO 27001, അതായത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ആണ്. സ്പെഷ്യലി അപ്ലിക്കബിൾ ടു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആണ്. അതായത് അവർക്ക് കുറെ ഡാറ്റ, സൈബർ സെക്യൂരിറ്റി ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള 4 ആസ്പെക്റ്റും എന്താണ്? ആപ്ലിക്കബിൾ ടു ഓൾ ഇൻഡസ്ട്രി റെലവെന്റ് ടു പ്രൊഡക്ട്സ് ഓർ സർവീസസ്. അതായത് ഏത് കമ്പനിക്ക് ഇതെന്താണ്? ആപ്ലിക്കബിൾ ആണ്. ഒരു ഫുഡ് കമ്പനിക്കാകട്ടെ അല്ലെങ്കിൽ അല്ലാത്ത വേറെ ഏത് കമ്പനിക്കാകട്ടെ ഇതെന്താണ്? ആപ്ലിക്കബിൾ ആണ്. ഫുഡ് കമ്പനിക്ക് മാത്രമായിട്ടുള്ളതാണ് നമ്മൾ അടിയിൽ താഴെ പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ്സ്. അതായത് ISO, BRC ഫുഡ്, IFS, SQF, HACCP. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള HACCP ആയിരിക്കും കൂടുതൽ കേട്ടിട്ടുള്ള ടേംസ്. അല്ലാത്ത ടേംസ് ഒക്കെ നമ്മൾ ഓരോ യൂണിറ്റിൽ നമുക്ക് പഠിക്കാം. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് ഏതാണ്? ഈ 4 യൂണിറ്റ് സ്റ്റാൻഡേർഡ്സ് ആണ്. So first of all, we can move to the introductory session. What is management system? ഒരു മാനേജ്മെന്റ് സിസ്റ്റം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. അപ്പോൾ ഒരു മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു കമ്പനിക്ക് ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ, ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ അതിന്റെ ചുറ്റുപാടുള്ള പല കാര്യങ്ങളുണ്ട്. ആ പല കാര്യങ്ങളും റെഗുലർ ആക്കി കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ അവിടെയുള്ള ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ബാധ്യസ്ഥരാണ്, അല്ലെ? അപ്പോൾ എന്താണ്, അവര് അങ്ങനെയുള്ളൊരു കാര്യം ഗോളിലേക്ക് എത്തിച്ചിട്ട് പിന്നെ വീണ്ടും അവരുടെ കമ്പനിയിലുള്ള കാര്യങ്ങൾ എത്തിയോന്ന് വീണ്ടും അതിന്റെ സെൽഫ് ഇവാലുവേഷൻ നടക്കും. പിന്നെ ഒരു എക്സ്റ്റേണൽ പാർട്ടീസിനെ കൊണ്ട് ഇവാലുവേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ ചെയ്യിപ്പിച്ചിട്ട് കിട്ടിയ ഒരു സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഒരു അക്രഡിറ്റേഷന്റെ കൂടെയൊക്കെയാണ് അവർക്ക് ആ ഒരു സ്റ്റാൻഡേർഡ്സ് ഉണ്ടെന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഒരു മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു പ്രോസസ് അല്ല.
പിന്നെ നമ്മൾ ടൈപ്സ് ഓഫ് മാനേജ്മെന്റ് സിസ്റ്റം, അതായത് നമുക്ക് ഏതൊക്കെ ടൈപ്പ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടെന്നുള്ളത് ഇതിൽ പഠിക്കുന്നതും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. ഇതിൽ പഠിക്കാത്തത് ഇപ്പം നമ്മൾ ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം മാത്രമായിരിക്കും നമ്മളിപ്പം ഇതിൽ പഠിക്കാത്തത്. ഇതിനായിട്ട് നമുക്ക് വേറൊരു ബ്ലോക്ക് ഉണ്ട്, SMSന്റെ ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം. ബാക്കി 4 മാനേജ്മെന്റ് സിസ്റ്റമാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് സെഷൻ. നമ്മൾക്കറിയേണ്ടത് എന്താണ് ISO. ISO ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ISO എന്ന് അറിയുന്നത്? ISOയുടെ ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും. നമ്മൾ വാങ്ങിക്കുന്ന മിനറൽ ബോട്ടിൽ, ആ ബോട്ടിലിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും ISO ക്വാളിഫൈഡ് ആണെന്നുള്ളത്. ആ കമ്പനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് ആണ്. ഒരിക്കലും ISO എന്ന് പറയുന്നത് ആ ഒരു പ്രൊഡക്റ്റിന് കിട്ടിയ സർട്ടിഫിക്കറ്റ് ആയിരിക്കില്ല. ബട്ട് അപ്പോൾ ആ കമ്പനിക്ക് കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റ് ആണ് എന്താണ്, സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ISO മീൻ ചെയ്യുന്നത്. അപ്പോൾ ISO ഫുൾ ഫോം നോക്കുക, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ആണ്. ഈ ഒരു ഓർഗനൈസേഷൻ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ജനീവ, സ്വിറ്റ്സർലാൻഡിലാണ് ഇതിന്റെ ലൊക്കേഷൻ. ഇയർ എസ്റ്റാബ്ലിഷ്ഡ് 1947 ആണ്. പിന്നെ ഇതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോമൺ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എല്ലാ കൺട്രീസിലും ഇപ്പം എല്ലാ ലാംഗ്വേജിൽ വായിച്ചാലും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യുക, കോമൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഒരു എന്താണ് ആപ്ലിക്കബിലിറ്റി, ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ആവശ്യം എന്താണ്? അതായത് നമ്മളിപ്പോ UN എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ കൺട്രീസിലും എന്തുണ്ട്, ഓരോതായ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഓരോ മെഷേഴ്സ് ഉണ്ടാവില്ലേ? ഫുഡ് സേഫ്റ്റി മെഷേഴ്സ് ആവട്ടെ, അല്ലാത്ത മെഷേഴ്സ് ആവട്ടെ. അപ്പം എല്ലാ കൺട്രിക്കും യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു എന്ത് വേണം, സ്റ്റാൻഡേർഡ്സ് വേണം. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു ഓർഗനൈസേഷൻ. പിന്നെ ISO മെമ്പർഷിപ്പ് ഉണ്ട്, അതായത് പല കമ്പനീസ് രാജ്യത്തിൽ നിന്നും എന്തുണ്ട്, ഈ ഒരു ISO മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഇന്ത്യ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഏതാണ്? BIS, അതായത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. BIS നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? BIS എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും പല പ്രൊഡക്ട്സിലും. എന്താണ് ISO ഇന്ത്യ റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആണ് ISOയുടെ BIS. നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിലോട്ട് കിടക്കുകയാണ്. ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഇൻട്രൊഡക്ടറി പാർട്ടാണ്. അപ്പം ഈ ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ഇവരുടെ ഇൻട്രൊഡക്ഷൻ പറയാണ് ഈ ഒരു സെഷൻ മീൻസ് ഈ ഒരു യൂണിറ്റില്. നമുക്ക് അടുത്ത ബ്ലോക്കിൽ ഇത് പഠിക്കാനുണ്ട്. ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇത് ജസ്റ്റ് നമുക്കൊരു ഫൗണ്ടേഷൻ ആണ് ഈ ഒരു യൂണിറ്റ് 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ISO 9001 കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ISO 9001 എന്ന് പറയുന്നത് എന്താണ്, വൈഡ്ലി അഡോപ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് ISO 9001 എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ISO 9001 നമ്മൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളതാണ് കാർ മാനുഫാക്ചറിങ് കമ്പനി റിലേറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു ISO 9001 ഒരു കമ്പനിയുടെ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്താൽ അതിനെ കൊണ്ടുള്ള ഗുണം എന്താണ് അല്ലെ? അത് ഇങ്ങനെ വെറുതെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് എന്താണ് അതിന്റെ ഒരു ഗുണം എന്ന് നോക്കാം. അപ്പം ഇവിടെ കുറച്ച് പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്. ഹെൽപ്സ് എസ്റ്റാബ്ലിഷ് ആൻഡ് ഓപ്പറേറ്റ് ഇഫക്റ്റീവ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റംസ്, അതായത് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ആ ഒരു കമ്പനിക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ്സ് നമ്മളിപ്പോൾ ഒരു ടൈം ടേബിളിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ സമയം ഉണ്ടാവും. അല്ലാണ്ട് നമ്മൾ എന്താണ് തോന്നിയ പോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു കുറെ ഭംഗം, അതായത് കുറെ ലാക്ക് ഓഫ് എഫിഷ്യൻസി ആയിട്ടുള്ള ടൈം ഉണ്ടാവും അല്ലെ? വേസ്റ്റ് ആയിട്ടുള്ള ടൈം ഉണ്ട്. അതുപോലെ ഈ ഒരു സിസ്റ്റം കമ്പനിയിൽ കൊണ്ടുവന്നാൽ അവർക്ക് അവരുടെ എഫിഷ്യൻസി, പിന്നെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ കോസ്റ്റ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് അടുത്തൊരു പോയിന്റ്. അതായത് ഏതൊരു കമ്പനി ആയാലും അവരുടെ വിജയം എന്ന് പറയുന്നത് എന്താണ്, കൺസ്യൂമർ ആക്സെപ്റ്റബിലിറ്റി ആണ്. അപ്പൊ ഇത്തരം സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്ന കമ്പനി സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, അവർ കൊടുക്കുന്ന പ്രോഡക്ട്സ് അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന സർവീസിനുള്ള കൺസ്യൂമർ ആക്സെപ്റ്റബിലിറ്റി കൂടുതലായിരിക്കും. അപ്പൊ എന്ത് പറയാൻ പറ്റും, കസ്റ്റമർ എക്സ്പെക്ടേഷൻസും മാർക്കറ്റ് കോമ്പറ്റിറ്റീവ്നെസ്സും അവർക്ക് ഗെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് പറയാം. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻസ്, ഇത് എവിടെയൊക്കെ നമുക്ക് ഏതൊക്കെ കമ്പനിയിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും? സ്യൂട്ടബിൾ ഫോർ ഓൾ ടൈപ്സ് ആൻഡ് സൈസസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഏത് കമ്പനി ചെറുതും ആവട്ടെ വലുതും ആവട്ടെ എല്ലാവർക്കും ഒരുപോലെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആണ് ISO 9001 എന്ന് പറയുന്നത്.
പിന്നെ ബോത്ത് പ്രോഡക്റ്റ് ബേസ്ഡ് ആൻഡ് സർവീസ് ഓറിയന്റഡ് ഇൻഡസ്ട്രീസ് ആണ്. അതായത് ചില പ്രോഡക്ട്സിൽ എന്താണ് ഇതിന് ക്വാളിറ്റി മാനേജ്മെന്റ്, ചില പ്രോഡക്ട്സിന് പ്രൊഡക്ഷൻ നമുക്ക് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ദെൻ എന്താണ് സർവീസ് ഓറിയന്റഡ് ആയിട്ടും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കാർ മാനുഫാക്ചറിങ് ആണെങ്കിൽ അവരുടെ ഓരോ ഇറക്കുന്ന കമ്പനീസ് കാറിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കാറിന്റെ കുറെ മാനുഫാക്ചറിങ് പാർട്സ് ഒക്കെ ഉണ്ടല്ലോ, അതിന് അവർക്ക് ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ അവർ കൊടുക്കുന്ന സർവീസിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെന്താണ് വേൾഡ് വൈഡ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തൊരു മാനേജ്മെന്റ് സിസ്റ്റമാണ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കിയത് ISO 9001 ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ ISO 9000 ആണ് നോക്കുന്നത്. അതായത് ഇങ്ങനെ കുറെ ISO 9001, ISO 9000 എന്ന് പറയുമ്പോൾ കൺഫ്യൂസിങ് ആവരുത്. 9001 ആയാലും 9000 ആയാലും ഇതൊക്കെ എന്താണ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിൽ വരുന്ന സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പൊ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വരുന്ന സെഷൻസിലൊക്കെ പഠിക്കാം. അതായത് ISO 9000 എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡിൽ നിന്നും ഉത്ഭവിച്ച് വന്നതാണ് എന്ത് എന്ന് പറയുന്നത് ISO 9001 എന്ന് പറയുന്നത്. അതായത് ISO 9000 എന്ന് പറയുന്നത് ഒരു ഫാമിലി ആണ്. ആരുടെയൊക്കെ ഫാമിലിയാണ് നമ്മൾ താഴെ എഴുതിയിട്ടില്ല, 4 കറന്റ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ഒരു ഫാമിലിയാണ് ആരെന്ന് പറയുന്നത് ISO 9000 എന്ന് പറയുന്നത്. ആദ്യം ISO 9000 നിന്നാണ് എന്ത് വന്നത്, 9000, 2005, 9001, 2000, 9004, 2000 എന്നൊക്കെ വന്നത് ഇതിൽ നിന്ന് ഉത്ഭവിച്ചിട്ടാണ്. അതായത് ISO 9000, 2005 എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ആൻഡ് വൊക്കാബുലറി, 9001, 2000 എന്ന് പറയുന്നത് റിക്വയർമെന്റ്സ് ഫോർ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റംസ്, 9000, 2005 ഫണ്ടമെന്റൽസ് ആൻഡ് വൊക്കാബുലറി എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്ത് പിന്നെ നമ്മൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, ഡോക്യുമെന്റ് ചെയ്യും. ഡോക്യുമെന്റ് ചെയ്യാൻ പറഞ്ഞാൽ ജസ്റ്റ് നമ്മളവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു അല്ലേ. അപ്പൊ അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചാല് നമ്മൾ അവിടെ ഉള്ള ചില ടേംസ് ഉണ്ടോ, അതായത് നമ്മളിപ്പം ഫുഡ് സേഫ്റ്റി എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ക്രിട്ടിക്കൽ ലിമിറ്റ്, പിന്നെ ഹാസബിൾ നമ്മൾ പഠിക്കുന്നില്ല, ക്രിട്ടിക്കൽ ലിമിറ്റ് പഠിക്കുന്നുണ്ട്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞൊരു ടേം നമുക്കറിയാം, ഹസാർഡ്, റിസ്ക്, ഇങ്ങനെയുള്ള കുറച്ച് ടേംസ് ഉണ്ട്. ക്വാളിറ്റി മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കണം. അപ്പം കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ട് അങ്ങനെ ഒരു ടേം പറഞ്ഞാൽ എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിരിക്കും. അങ്ങനെയുള്ള ഫണ്ടമെന്റൽസ് ആൻഡ് വൊക്കാബുലറി ഏത് സ്റ്റാൻഡേർഡിൽ പെട്ടതാണ്, ISO 9000, 2005 പെട്ടതാണ് അങ്ങനെയുള്ള ടേംസ് എന്ന് പറയുന്നത്. പിന്നെ ISO 9000, 2000 എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള റിക്വയർമെന്റ്സ് അല്ലേ. വെറുതെ അങ്ങ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല, അതിന് വേണ്ടിയിട്ട് കുറെ എന്താണ് റിക്വയർമെന്റ്സ് വരുന്നത്, അതിന് വേണ്ട സെറ്റിങ്, പിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വേണം. റിക്വയർമെന്റ്സിനാണ് നമ്മൾ എന്താ പറയുന്നത് 9001, 2000 എന്ന് പറയുന്നത്. ഈ 2005, 2000 എന്നൊക്കെ പറയുന്നത് ഏത് ഇയറിലാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തത് എന്നാണ് കാണിക്കുന്നത്. അതായത് ഇതൊക്കെ ഇയർ ആണ്, ഏത് ഇയറിലാണ് ഇംപ്ലിമെന്റ് ചെയ്തത് എന്നുള്ളതാണ്. പിന്നെ സിസ്റ്റം സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. സിസ്റ്റം സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, സർവീസ് ഓറിയന്റഡ് എന്ന് പറയുന്നത്. സിസ്റ്റം സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു ടേം ഓർത്ത് വെക്കുക. അതായത് ഒരു മാനേജ്മെന്റ് പ്രോസസ്സാണ്, അതായത് ഹോൾ പ്രോസസ്സിന്റെ ഒരു സ്റ്റാൻഡേർഡ്സിന് നമ്മൾ എന്ത് പറയുന്നത് സിസ്റ്റം സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വൽ പ്രോഡക്ട്സിനെ ബേസ് ചെയ്തിട്ട് അല്ല. പിന്നെ നമ്മൾ ഇതിനു മുൻപ് ISO എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇന്റർനാഷണൽ ട്രേഡ് ത്രൂ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് സ്റ്റാൻഡേർഡ്സ്, നമ്മൾ ഒരു കൺട്രിയിൽ നിന്ന് മറ്റു കൺട്രിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ഇമ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഫുഡ് പ്രോഡക്ട്സും അല്ലാത്ത പ്രോഡക്ട്സും ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് മേടിക്കുന്നത്, അതിന്റെ ക്വാളിറ്റി നോക്കിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഒരു കമ്പനി സർട്ടിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആപ്ലിക്കബിൾ, പെട്ടെന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും, ഒരു ആപ്ലിക്കബിലിറ്റിയാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ട്രേഡ് കൂടുതൽ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എല്ലാ മേഖലകളിലും ഇതെന്താണ് ആപ്ലിക്കബിൾ ആണ്. ഏത് ടൈപ്പ് ഇൻഡസ്ട്രി ആകട്ടെ, ഇൻഡസ്ട്രി അല്ലാത്ത ഈ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റ്, പ്രിന്റിംഗ്, സർവീസിങ്, പ്രോസസ്സിംഗ്, ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, കുറച്ചേ കൊടുത്തുള്ളൂ. കുറെ എക്സാമ്പിൾസ് നമ്മൾ
കോണ്ടെക്സ്റ്റ് ടെക്സ്റ്റിൽ കാണാൻ പറ്റും. ഫുഡ് പ്രോസസ്സിംഗ് ആവട്ടെ, അഗ്രികൾച്ചറൽ ആവട്ടെ, ഇലക്ട്രോണിക്സ്, സ്റ്റീൽ മാനുഫാക്ചറിങ്, ഇങ്ങനെയുള്ള ഏത് ഫേർണിച്ചേഴ്സ്, ഏത് കമ്പനീസിൽ എന്താണ് ഈ ഒരു ISO 9000 എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ആണ്. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് ISO 9000 എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അപ്പൊ അതിൽ നിന്നും വന്നിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ്സ് ആണ് 9001, 9004 ഒക്കെ. പിന്നെ ഇതിന്റെ 2005, 2000 എന്ന് പറയുന്നത് അതിന്റെ ഇയർ ആണ്. ജസ്റ്റ് ഇതിന്റെ സ്റ്റാൻഡേർഡ്സ് മാത്രം മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വണ്ണാണ് ISO 14001, 2004 എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം റിക്വയർമെന്റ്സ്. അതായത് 14001, 2004 എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഇതിന്റെ ഒരു ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്? സെറ്റ് ഓഫ് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് റിക്വയർമെന്റ്സ് ടു ഹെൽപ്പ് ഓർഗനൈസേഷൻ പ്രൊട്ടക്ട് ദ എൻവയോൺമെന്റ്. അതായത് നമുക്ക് ഈ പേരിൽ തന്നെ ഉണ്ടോ, നമ്മൾ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു മാനേജ്മെന്റ് സിസ്റ്റം ആണ് എന്ത്? എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം. അപ്പൊ ഇത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത് 1966 പിന്നെ അത് റിവൈസ് ചെയ്തതാണ് 2004 ആണ്. അതാണ് അവിടെ ഇയർ ഡിനോട്ട് ചെയ്യുന്നത് 2004 എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്തിനായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക? ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പേപ്പർ മാനുഫാക്ചറിങ് കമ്പനി, ആ പേപ്പർ മാനുഫാക്ചറിങ് കമ്പനിക്ക് അവർ കുറെ വാട്ടർ ആവശ്യമുണ്ട്. പിന്നെ അവർ കുറെ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്, എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഈ വേസ്റ്റ് വാട്ടർ ഒക്കെ ട്രീറ്റ് ചെയ്യാൻ അവർ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് പ്ലാന്റ് അവിടെ കൊണ്ടുവരാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എൻവയോൺമെന്റിന് ഒരു ഹാം ഉണ്ടാക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ടീഷൻസിനെ നമ്മൾ എന്ത് പറയുന്നത്? എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രോസസ്സ് ചെയ്യുന്ന എല്ലാ കമ്പനിക്കും ആപ്ലിക്കബിൾ ആണ്, റെലവെന്റ് ടു ദ സൈസ്. ഓക്കെ, പിന്നെ എങ്ങനെയാണ് നമുക്കൊരു മാനേജ്മെന്റ് സിസ്റ്റം ഒരു കമ്പനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് യൂസിങ് ISO 14001 ടു ഡെവലപ്പ് ആൻ EMS. അപ്പോൾ EMS എന്ന് പറയുന്നത് നമുക്ക് പുതുതായിട്ടൊന്ന് സ്ഥാപിക്കാൻ പറ്റും. ഈ ഒരു മാനേജ്മെന്റ് സിസ്റ്റം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കമ്പനിയിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഉള്ളതിന് നമ്മളെ എന്താണ്, നമ്മൾ അതിന്റെ കുറവുകളൊക്കെ കണ്ടെത്തിയിട്ട് എന്തൊക്കെ രീതിയിൽ നമുക്ക് അതിനെ മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഒരു ടേം കൊടുത്തിട്ടുണ്ട്, എൻവയോൺമെന്റൽ പെർഫോമൻസ്. എൻവയോൺമെന്റൽ പെർഫോമൻസ് എന്ന് പറയുന്ന ടേം ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ലിസ്റ്റ് ചെയ്തത്. അതായത് എൻവയോൺമെന്റൽ ആസ്പെക്ട്. വാട്ട് ഈസ് എൻവയോൺമെന്റൽ ആസ്പെക്ട്? എൻവയോൺമെന്റൽ ആസ്പെക്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് എൻവയോൺമെന്റൽ ആസ്പെക്റ്റിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻവയോൺമെന്റൽ പെർഫോമൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് 14001 ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് എൻവയോൺമെന്റൽ ആസ്പെക്റ്റിനെ മാനേജ് ചെയ്യാൻ എൻവയോൺമെന്റൽ പെർഫോമൻസ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത്. എൻവയോൺമെന്റൽ ആസ്പെക്ട്. വാട്ട് ഈസ് എൻവയോൺമെന്റൽ ആസ്പെക്ട്? അതായത് എൻവയോൺമെന്റിനെ ഹാം ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫീച്ചർ ഉണ്ടാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോസസ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് നമ്മൾ വേസ്റ്റ് വാട്ടർ, അതൊക്കെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ ഒരു ആസ്പെക്റ്റിന് നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏത് വസ്തുവാണ് അവിടെ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഏത് പ്രോസസ്സാണ് അവിടെ കൊണ്ടുവരുന്നത്, എങ്ങനെയാണ് അവിടെ മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ് എൻവയോൺമെന്റൽ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഇമ്പാക്ട്, അതായത് എൻവയോൺമെന്റൽ ആസ്പെക്ട് ഉണ്ടാക്കുന്ന എൻവയോൺമെന്റൽ ഇമ്പാക്റ്റിനെ തടയുന്ന മാനേജിന്റെ പ്രോസസ് നമ്മൾ എന്ത് പറയുന്നത്? എൻവയോൺമെന്റൽ പെർഫോമൻസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരു കമ്പനിയിൽ എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുക? അതായത് ഒന്നുകിൽ എന്ത് പറയണം, ആ ഒരു കമ്പനി സ്വമേധയാ പറയണം, ഞങ്ങൾ ഇന്ന ഒരു ISO സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയണം. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഓഡിറ്റിങ്ങിന് പോവാം. അതായത് നമ്മൾ തേർഡ് പാർട്ടി ഓഡിറ്റ് എന്നൊക്കെ പറയില്ലേ, ഇൻട്രസ്റ്റഡ് പാർട്ടീസ് വിട്ട് അവിടെ ഓഡിറ്റിങ്, അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കുക, ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സർട്ടിഫിക്കേഷൻസ്, വെറുതെ ഒരു കമ്പനി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ സർട്ടിഫിക്കറ്റ് കാണിച്ചാലാണ് കൂടുതൽ വാലിഡ് ആയിട്ടുള്ളത്. സർട്ടിഫിക്കറ്റ് കാണിക്കുക എന്നുള്ളതാണ് തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഒരു EMS നമ്മൾ എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിൽ EMS, എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം കൊണ്ടുവരണമെങ്കിൽ കുറെ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ആണ്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? ഈ ഒരു ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അവിടെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അല്ലെ എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ തരം ഡോക്യുമെന്റ്സ് വേണം, ഏതൊക്കെ റിസോഴ്സ് മെറ്റീരിയൽസ് വേണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഇത്തരം ഫാക്ടേഴ്സിനെ വെച്ചിട്ടായിരിക്കും. ഫസ്റ്റ് ഫാക്ടറാണ് എന്ത്?
സൈസ് ഓഫ് യുവർ ഓർഗനൈസേഷൻ. അതായത് ചില കമ്പനീസ് എന്തായിരിക്കും, ചെറിയ കമ്പനീസ് ആയിരിക്കും, ചിലത് വലുതായിരിക്കും. അപ്പം വലിയ കമ്പനി ചെറിയ കമ്പനി ആകുമ്പോൾ അതിൻ്റെതായ സെറ്റപ്പ് ഉണ്ടാവും, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മാനേജ്മെന്റ് സിസ്റ്റം. ഇപ്പൊ ലൊക്കേഷൻ ഓഫ് യുവർ ഓർഗനൈസേഷൻ. സെക്കൻഡ്, ലൊക്കേഷൻ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മള് ചില സീ ഫുഡ് പ്രൊഡക്ഷനിലുള്ള കമ്പനി ഉണ്ടാവും. പിന്നെ ഈ ഡെസേർട്ടിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രെയിൻസ്, അതായത് ഡെസേർട്ടിലാണ് നമ്മൾ ഈ ഗ്രെയിൻസ് അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഡസ്റ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ആ ഡസ്റ്റിന് നമ്മൾ പ്രൊട്ടക്ട്, ഡസ്റ്റ് ഇല്ലാത്ത പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാം, ഡസ്റ്റിനെ ഫിൽട്ടർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒരു എയിം എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, സീ ഫുഡ് ആണെങ്കിൽ ആ ഒരു അവിടെയുള്ള നമ്മളെ വാട്ടർ നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം അല്ലേ. സീ വാട്ടറിന്റെ നമ്മൾ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ സീ ഫുഡ് ആയിട്ട് സീ വാട്ടർ ആയിട്ട് കൂടുതൽ കണക്റ്റഡ് ആണ്. അതാണ് ലൊക്കേഷൻ ഓഫ് യുവർ ഓർഗനൈസേഷൻ കൊണ്ട് പറയുന്നത്. ദെൻ സ്കോപ്പ് ഓഫ് യുവർ ഓർഗനൈസേഷൻസ് EMS. സ്കോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ചില കമ്പനി ബ്രോഡ് വേ നോക്കുന്നുണ്ടോ, ചില കമ്പനി എന്താണ് ബ്രോഡ് നാരോ പാത്ത്, അതായത് ഏതാണെന്നുള്ളത്. ചിലത് കമ്പനി ഫോക്കസ്ഡ് ആയിരിക്കും, ഇന്ന ഒരു വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻവയോൺമെന്റൽ ആസ്പെക്ട് ആയിട്ട് വെക്കുന്നത്, വേസ്റ്റ് എൻവയോൺമെന്റൽ പെർഫോമൻസ് ആയിട്ട്. അതായത് വേസ്റ്റ് വാട്ടറിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാന്നുള്ളതായിരിക്കും. ചിലവരെന്ത് ചെയ്യും, എനർജി എമിഷൻസ്, അതായത് അവർ യൂസ് ചെയ്യുന്ന കുറെ എനർജി, അതിന് എന്തെങ്കിലും എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും മെത്തേഡ്സ് കൊണ്ടുവരും. അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട്, ബ്രോഡും ഉണ്ട് ഫോക്കസ്ഡും ഉണ്ട്. പിന്നെ എന്നുള്ളത് കോണ്ടന്റ് ഓഫ് യുവർ എൻവയോൺമെന്റൽ പോളിസി. അതായത് എൻവയോൺമെന്റൽ പോളിസി നമ്മൾ സ്കോപ്പ് പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഫോക്കസ്ഡ് ആണ് അല്ലെ. പിന്നെ ഏത് കാര്യങ്ങളിലാണ് വേണ്ടത് എന്നുള്ളത് എന്തായിരിക്കും, കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടായിരിക്കും നമ്മൾ എൻവയോൺമെന്റൽ പോളിസി അവിടെ കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് ഫാക്ടർ എന്താണ്, നാച്ചുറൽ ആക്ടിവിറ്റീസ്, പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. അതായത് ഓരോ കമ്പനിക്കും ഓരോ ആക്ടിവിറ്റീസ് ആണ് ഉണ്ടാവുക. ഇപ്പൊ ഒരു ഫ്രൂട്ട് ജ്യൂസ് മാനുഫാക്ചറിങ് കമ്പനി, ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഫ്രൂട്ട് ജ്യൂസ് മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ അവിടെ ഫുഡാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫുഡിന് വേണ്ട ഹൈജീൻ, സേഫ്റ്റി ഒക്കെ അവർ കീപ്പ് ചെയ്യണം. ഒരു ഫാർമസ്യൂട്ടിക്കൽ ആകുമ്പോൾ അതായത് കെമിക്കൽസ് കൊണ്ടുണ്ടാക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് ആണ്. അപ്പോൾ അതിന്റെ ഗ്രേഡ് മാറ്റമായിരിക്കും, ഫുഡ് അല്ലാത്ത ഗ്രേഡ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കണം, പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കണം, ഡിഫറെന്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള എൻവയോൺമെന്റൽ പോളിസി ഉണ്ടായിട്ടുണ്ടാവും, മാറുന്നുണ്ടാവും. പിന്നെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഓഫ് യുവർ എൻവയോൺമെന്റൽ ആസ്പെക്ട്. അപ്പം എൻവയോൺമെന്റൽ ആസ്പെക്ട് നമ്മൾ പറഞ്ഞു, അതായത് നമ്മൾ നമ്മുടെ എൻവയോൺമെന്റിന് ഹാം ചെയ്യുന്ന ഏതെങ്കിലും ഫേസ് ആയിരിക്കും, അതായത് നമ്മളിൽ നിന്ന് വേസ്റ്റ് ആയി പോകുന്ന വാട്ടർ ആയിരിക്കാം. അപ്പൊ അത് ഉണ്ടാക്കുന്ന എൻവയോൺമെന്റൽ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, അതുണ്ടാക്കുന്ന ഇമ്പാക്ട് എന്തൊക്കെയായിരിക്കും. അതായത് നമ്മൾ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ അത് പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ പൊല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അനന്തരഫലങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം അത് ഒഴിവാക്കി കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ അവിടെ കൊണ്ടുവരാനുള്ളത്. ലീഗൽ ആൻഡ് അത് റിക്വയർമെന്റ്സ്, അതായത് നമ്മളൊരു കമ്പനിയിൽ ഒരു മാനേജ്മെന്റ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെതായ കുറച്ച് ലീഗൽ വശങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ആ ലീഗൽ വശങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സേഫ് ആയിട്ട് മീറ്റ് ചെയ്താൽ മാത്രം നമുക്ക് ഇത്തരം ഒരു സ്റ്റാൻഡേർഡ്സ് അവിടെ അക്രഡിറ്റഡ് ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അതാണ് EMS നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മളെ ജനറൽ അപ്രോച്ച്, അതായത് നമ്മൾക്ക് എങ്ങനെയാ ഒരു EMS അവിടെ കൊണ്ടുവരാന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞു, ഒരു EMS അവിടെ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു റിവ്യൂ നടത്തിയിട്ട് അവിടെ പുതിയൊന്ന് കൊണ്ടുവരാന്നുള്ളതാണ്. പിന്നെ നമ്മൾക്ക് ആ ഒരു കമ്പനിയിലുള്ള എല്ലാ ആസ്പെക്റ്റും നമ്മൾ പഠിക്കണം. അതായത് നോർമൽ കണ്ടീഷൻസ്, ഇപ്പൊ ഡയറി ഇൻഡസ്ട്രി ആണെന്ന് വിചാരിക്കുക, ഡയറി ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടെ നോർമൽ പാസ്ചറൈസേഷൻ എങ്ങനെ നടക്കുന്നു, പിന്നെ അബ്നോർമൽ ആയിട്ട് ഇൻ കേസ് എന്തെങ്കിലും കറണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മളെ മിൽക്ക് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും കേട് വരാനുള്ള സ്പില്ലിങ് ആവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസ് നടന്നാൽ എന്ത് ചെയ്യും, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള സിറ്റുവേഷൻസ് കൊണ്ടുവരും. ഇപ്പൊ എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകും അല്ലെ ഒരു കമ്പനിയിൽ. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കണ്ടീഷൻസിനെ കുറിച്ച് നമ്മൾക്ക് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം എന്നുള്ളത് പഠിക്കും. പിന്നെ ലീഗൽ വശങ്ങൾ, ആ ഒരു ഓർഗനൈസേഷൻസിന്റെ എൻവയോൺമെന്റൽ ആയിട്ട് വശങ്ങളിലെ ലീഗൽ വശങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. പിന്നെ നമ്മള് അടുത്തതാണ് ഇനി ഗ്യാപ്പ് അനാലിസിസ് നടത്തുക എന്നുള്ളത്. വാട്ട് ഈസ് ഗ്യാപ്പ് അനാലിസിസ്? ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത് നിലവിൽ നമുക്ക് അവിടെ എന്തുണ്ട്, ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് വേണം എന്നുള്ളൊരു അനാലിസിസ് ആണ് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്.
നിലവിൽ നമുക്ക് അവിടെ ഉള്ളത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇല്ലാത്തതെന്ന് മനസ്സിലാവും അല്ലെ. അങ്ങനെയാണ് നമ്മൾ ഗ്യാപ്പ് അനാലിസിസ് നടത്തുന്നത്. ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത് കറണ്ട് ഇ എം എസ് നമ്മൾ കമ്പയർ ചെയ്യണം, അതെങ്ങനെ നമുക്ക് മീറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മളവിടെ നോക്കുന്നത്. ഓക്കെ, ഇതാണ് ഗ്യാപ്പ് അനാലിസിസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു ഇ എം എസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നാണ് ഈ ഒരു സെഷനിൽ നോക്കിയത്. നമ്മൾ ഗ്യാപ്പ് അനാലിസിസ് നടത്താം, പിന്നെ നോർമൽ കണ്ടീഷൻസ്, പിന്നെ അവിടെയുള്ള അബ്നോർമൽ കണ്ടീഷൻസ്, ആക്സിഡൻസ്, ഡിസാസ്റ്റേഴ്സ്, എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ ലീഗൽ റിക്വയർമെന്റ്സിനെ കുറിച്ചും അറിഞ്ഞിരിക്കാം. പിന്നെ ഇതിൽ വരുന്ന ഒരു സ്ട്രക്ചർ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അതായത് നമ്മൾ ഈ ഒരു ഇ എം എസിൽ ഓരോ ടേംസ് ഉണ്ട്, ആ ഒരു ടേംസ് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, അതായത് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവാം ക്ലോസ്. നമ്മളിപ്പോ ഇ എം എസിന്റെ സ്ട്രക്ചർ പറയുമ്പോൾ ക്ലോസ് 5, ക്ലോസ് 6 എന്നൊക്കെ പറയായിരിക്കും. അപ്പോൾ ആ ഒരു ക്ലോസിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഓരോന്നിന്റെ ഡെഫിനേഷന്. അതായത് ഇൻട്രൊഡക്ഷനിൽ എന്താണ് പ്ലാൻ, ഡു, ചെക്ക്, ആറ്റ്, അതായത് PDCA എന്നുള്ളൊരു ഇതാണ് പഠിക്കുന്നത്. പിന്നെന്താണ് സ്കോപ്പ്. സ്കോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ ക്രൈറ്റീരിയ വെച്ചിട്ട് ഏതൊക്കെ ബ്രോഡാണോ ഫോക്കസ്ഡ് ആണോ എന്നുള്ളതാണ് അതിൽ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത്. പിന്നെയാണ് ടേംസ് ആൻഡ് ഡെഫിനിഷൻസ്. നമ്മളിവിടെ 20 കീ ടേംസ് പറയുന്നുണ്ട്. ഓഡിറ്റർ, കണ്ടിന്യൂൽ ഇംപ്രൂവ്മെന്റ്, കറക്റ്റീവ് ആക്ഷൻ, അങ്ങനെ ഇങ്ങനെയുള്ള ഓരോ ടേംസും എന്ത് ചെയ്യുക, നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഓഡിറ്റർ, ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഓഡിറ്റർ എന്ന് പറയുന്നത് ഒരു കമ്പനിയിൽ വന്നിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ എന്താണ്, നമ്മളെ കമ്പനിക്ക് എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ വേണമെങ്കിൽ അവിടെയുള്ള വന്നിട്ട് അവിടെ എന്തെങ്കിലും ഇല്ലാത്തതിനെ കുറിച്ചും ഉള്ളതിനെ കുറിച്ചൊക്കെ ഡോക്യുമെന്റേഷൻ ചെയ്ത് തരുന്ന ആളെ നമ്മൾ ഓഡിറ്റർ എന്ന് പറയുന്നത്. കണ്ടിന്യൂൽ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പെർഫോമൻസ് ഇംപ്രൂവ്ഡ് ആവുന്നതിനെ കണ്ടിന്യൂൽ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. കറക്റ്റീവ് ആക്ഷൻ, കറക്റ്റീവ് ആക്ഷൻ എന്താണ്? നമ്മളിപ്പോ ഒരു ഫുഡ് സേഫ്റ്റി, ഒരു ഫുഡ് ഫ്രീസർ ആണെന്ന് വിചാരിക്കുക. ഫ്രീസറിന്റെ ടെമ്പറേച്ചർ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ എന്താണ്, ആ ടെമ്പറേച്ചർ വളരെ ഹൈ ആയി പോയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, നമുക്കത് കറക്റ്റ് ചെയ്യണം അല്ലെ. ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റെതായ സ്റ്റോറേജ് ടെമ്പറേച്ചർ ഉണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, അവിടെ ഒരു ആക്ഷൻ എടുത്തിട്ട് അത് കറക്റ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് പറയുന്നത്, കറക്റ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഡോക്യുമെന്റ്, ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മള് റെക്കോർഡ്സ് ആണ്. എൻവയോൺമെന്റ് അറിയാം, എൻവയോൺമെന്റ് ആസ്പെക്ട് നമ്മൾ പറഞ്ഞു. എൻവയോൺമെന്റിന് ദോഷകരമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഫീച്ചർ അല്ലെങ്കിൽ പ്രോസസ് ആണ് എൻവയോൺമെന്റൽ ആസ്പെക്ട് എന്ന് പറയുന്നത്. പിന്നെ എൻവയോൺമെന്റൽ ഇമ്പാക്ട്, ആ ആസ്പെക്ട് കൊണ്ടുണ്ടാക്കുന്ന ദൂഷ്യഫലങ്ങളാണ്. പിന്നെ എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം നമ്മൾ പറഞ്ഞു. പിന്നെ എൻവയോൺമെന്റൽ ഒബ്ജക്റ്റീവ്, എൻവയോൺമെന്റൽ പെർഫോമൻസ്. എൻവയോൺമെന്റൽ പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മൾ ആസ്പെക്ട് കൊണ്ട് നമുക്ക് എങ്ങനെ തടയാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ എന്ത് പറയുന്നത്, എങ്ങനെ മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ് എൻവയോൺമെന്റൽ പെർഫോമൻസ് എന്ന് പറയുന്നത്. പോളിസി എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ട്രെയിനിങ് സെഷൻസ് എടുക്കുന്നു എന്നുള്ളതിനാണ് എൻവയോൺമെന്റൽ പോളിസി പറയുന്നത്. ഓക്കെ, പിന്നെ എൻവയോൺമെന്റൽ ടാർജറ്റ് ആണ്. എൻവയോൺമെന്റൽ ടാർജറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏതൊക്കെ കാര്യങ്ങളെ ഇല്ലാതാക്കിയാൽ ഇന്ന ഗോൾസ് അച്ചീവ് ചെയ്യാന്നുള്ളതിലാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻവയോൺമെന്റൽ ടാർജറ്റ്. ഇൻട്രസ്റ്റഡ് പാർട്ടി എന്ന് പറയുന്നത് നമ്മൾക്ക് ഇപ്പൊ കമ്പനിയെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള ഓഡിറ്റേഴ്സ് ഉണ്ടാവില്ല, ആ ഓഡിറ്റേഴ്സിന് തേർഡ് പാർട്ടി ഓഡിറ്ററിന് ഇൻട്രസ്റ്റഡ് പാർട്ടി എന്ന് പറയുന്നത്. പിന്നെ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് കമ്പനിക്കുള്ളിൽ തന്നെ കമ്പനിയുടെ ഉള്ള ആൾക്കാരെ തന്നെ നടത്തുന്ന ഓഡിറ്റിംഗിനെയാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഓർഗനൈസേഷൻ അറിയാം. പ്രിവെന്റീവ് ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കറക്റ്റീവ് ആക്ഷൻ പറഞ്ഞില്ല, അതായത് ഒരു ഫ്രീസറിന്റെ ടെമ്പറേച്ചർ എന്തായി കൂടിപ്പോയി, പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യാണത് കറക്റ്റ് ചെയ്യുന്നു. പിന്നെ പിന്നെ നമ്മൾ പിന്നീട് അത് സംഭവിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് നോക്കിയിട്ട് ചെക്ക് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിവെന്റീവ് ആക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ പ്രിവെൻഷൻ ഓഫ് പൊല്യൂഷൻ പ്രൊസീജിയർ റെക്കോർഡ്, ഇതൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ടേംസ് ആണ്. ഓക്കെ, പിന്നെ നോൺ കൺഫോമിറ്റി എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അതായത് നോൺ കൺഫോമിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു കമ്പനിയിൽ ഓഡിറ്റിങ്ങിന് പോയാൽ നമ്മൾ അവിടെ എന്തായിരിക്കും ചെക്ക് ചെയ്യുന്നത്, നമ്മളിപ്പം ഫുഡ് സേഫ്റ്റി ആണെങ്കിൽ നമ്മൾ ആസ്പെക്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും അവിടെ നിന്ന് ഫുഡ് ഹൈജീൻ ഉണ്ടോ, കൺഫോമിറ്റി ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതൊരു കിച്ചണിൽ അവർ റോ മെറ്റീരിയൽസിന്റെ എൻട്രി, പിന്നെ അവിടെ പിന്നെ പ്രോഡക്റ്റ് പോകുന്ന എക്സിറ്റ്, ഇതൊക്കെ എന്താണ് വേറെ വേറെ സ്ഥലങ്ങളായിരിക്കണമല്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ അവർ കറക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഉണ്ടെങ്കിൽ കൺഫോമിറ്റി, ഇല്ലെങ്കിൽ എന്താണ് നോൺ കൺഫോമിറ്റി. അതിന് നമ്മൾ കൺഫോമിറ്റി നോൺ കൺഫോമിറ്റി എന്ന് പറയുന്നത്.
അപ്പം ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ജസ്റ്റ് എന്താണ് എന്നുള്ള നമ്മൾ ഇതുവരെ പറഞ്ഞില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഡോക്യുമെന്റേഷൻ, കൺട്രോൾ ഓഫ് ഡോക്യുമെന്റ്സ്, പിന്നെ എമർജൻസി പ്രിപ്പയർനെസ് ആൻഡ് റെസ്പോൺസ്. എമർജൻസി പ്രിപ്പയർനെസ് ആൻഡ് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിന് റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള ഡോക്യുമെന്റ് ആണ് അവിടെ വേണ്ടത്. പിന്നെ മോണിറ്ററിങ് ആൻഡ് മെഷർമെന്റ്, അതായത് മോണിറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാണ്, അവിടെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിന് മോണിറ്റർ എന്ന് പറയുന്നത്, മോണിറ്റർ ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ അതിന് അങ്ങനെ ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് വേറെ തന്നെ വേണം. അങ്ങനെ ഓരോ കാര്യങ്ങളും എന്തായിരിക്കണം, ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പൊ ഇതില് ഈ ഒരു സ്ട്രക്ചർ ആൻഡ് ഇന്റർപ്രിട്ടേഷന്റെ കുറച്ച് ടേംസ് പറയുന്നുണ്ട്, അത് എന്റെ റിക്വയർമെന്റ്സും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കുക. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഉള്ള സെഷനാണ് ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം.